നമസ്കാരം, കൃഷിപ്പാഠത്തിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് പച്ചക്കറി ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീടുകളിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു പച്ചക്കറി ഇനമാണ് വെണ്ട. അപ്പോൾ വെണ്ട നമ്മൾ മെയ് മാസത്തിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇടവപ്പാതി മഴ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഏതൊക്കെ ഇനങ്ങളാണ് നല്ലതെന്ന് നോക്കാം. സുസ്ഥിര, കിരൺ പോലുള്ള ഇനങ്ങളാണ് മഴക്കാലത്തേക്ക് ഏറ്റവും നല്ലത്. ഇതിൻ്റെ വിത്ത് കാർഷിക സർവകലാശാലയുടെ ഔട്ട്ലെറ്റുകളിൽ കിട്ടും. അപ്പോൾ മഴക്കാല പച്ചക്കറിയായിട്ട് വെണ്ട നല്ലതാണെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വെണ്ടയിൽ രോഗകീടബാധ കുറവായിരിക്കും. അപ്പം നമ്മൾ ആദ്യം വിത്ത് നടുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്താണെന്ന് വെച്ചാൽ 25 ഗ്രാം സ്യൂഡോമോണസ്. 25 ഗ്രാം സ്യൂഡോമോണസ് എന്ന് പറയുമ്പോൾ ചെറിയ സ്പൂണിൽ ഒരു 5 സ്പൂണ് സ്യൂഡോമോണസ് 75 മില്ലി വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വിത്തുകൾ 24 മണിക്കൂർ മുക്കി വയ്ക്കണം. എന്നിട്ട് അത് കുഴികളിൽ നടുക. അപ്പോൾ കുഴികളുടെ അകലം എന്ന് പറഞ്ഞാൽ 2 അടിയാണ് 2 ചെടികൾ തമ്മിലും വരികൾ തമ്മിലുമുള്ള അകലം. അപ്പോൾ ഗ്രോ ബാഗിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഈ അകലം വിഷയമല്ല, എന്നാലും അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ കയറാൻ കണക്കിനുള്ള ഒരു അകലം നമ്മൾ കൊടുക്കണം. പിന്നെ നടുമ്പോൾ വിത്ത് എത്ര ആഴത്തിലാണ് കുഴിച്ചിടാനുള്ളതെന്ന് വെച്ചാൽ മാക്സിമം 1 സെൻറ്റിമീറ്റർ മാത്രം കുഴിച്ച് വയ്ക്കുക. വിത്ത് നടുന്നതിന് 2 ആഴ്ച മുന്നേ നമ്മൾ പൊടിഞ്ഞ കുമ്മായം, അതായത് ഒരു 75 ഗ്രാം ഒരു ഗ്രോ ബാഗിനെന്നുള്ള നിലയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടണം. എങ്കിൽ മാത്രമേ മണ്ണിലുള്ള പുളിപ്പ് രസമൊക്കെ മാറി അമ്ലാംശം കുറഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കുമ്മായിട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വിത്ത് നടാനായിട്ട്. അപ്പോൾ വിത്ത് നടുമ്പോൾ നമ്മൾ അടിവളമായിട്ട് എന്തൊക്കെ ചേർക്കണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരു ഗ്രോ ബാഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 1/3 ഭാഗം നമുക്ക് ജൈവവളം ചേർത്ത് കൊടുക്കാം. ജൈവവളം എന്ന് പറയുമ്പോഴത്തേക്കും 50 ഗ്രാം എല്ലുപൊടി ചേർക്കാം. പിന്നെ കുറച്ച് കോഴിക്കാഷ്ടം ചേർക്കാം, നന്നായിട്ട് പൊടിഞ്ഞ കോഴിക്കാഷ്ടം, അതുപോലെ ആട്ടിൻ കാഷ്ടം, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രോ ബാഗ് ഒരു 1/3 ഭാഗം നിറയ്ക്കാം. ഇപ്പോൾ രാസവളവും കൂടെ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് 50 ഗ്രാം രാജ്ഫോസും ഫാക്ടം ഫോസ്, മെഗ്നീഷ്യം സൾഫേറ്റ് എന്നിവ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മെഗ്നീഷ്യം സൾഫേറ്റ് ഒരു 5 ഗ്രാം 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഫാക്ടം ഫോസ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം 10 ഗ്രാം വീതം ചോട്ടിലിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു നുള്ള് മൈക്രോ ഫുഡ് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സമ്പൂർണ്ണ കിട്ടുന്ന ആൾക്കാർ, പച്ചക്കറിയിൽ സമ്പൂർണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു മിക്സ് കിട്ടും, അത് കിട്ടുന്ന ആൾക്കാർ അത് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം കൊണ്ടുവരുന്ന അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. അതുപോലെ ചെടിക്ക് നല്ല ആരോഗ്യവും കിട്ടും. പിന്നെ രോഗകീടബാധയുടെ സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കണം മുൻകൂറായിട്ട്. അതായത് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞൊരു 4-5 ദിവസം കഴിയുമ്പോഴത്തേക്കും വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോഴത്തേക്കും ഏകദേശമുള്ള രോഗങ്ങളും കീടങ്ങളും നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ ഉള്ളത്, ഇതിനിടയ്ക്കിടയ്ക്ക് അതിന് പോഷകങ്ങൾ കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ ചോട്ടിൽ വളം ഇട്ട് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ ഫിഷ് അമിനോ ആസിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ച ആൾക്കാർ അതിൽ നിന്ന് ഒരു 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെണ്ട നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറച്ചെങ്കിലും പേർക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.